നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാർപ്പാപ്പയുമായി ഇടഞ്ഞു നിൽക്കുന്ന ട്രംപ് ഇപ്പോഴൊരു ദൈവപുത്രനെന്ന് അയാൾ സ്വയം വിശ്വസിക്കുന്നു. ട്രംപിന് പിശാച് ബാധയുണ്ട് എന്നൊരു കൂട്ടം ക്രിസ്ത്യാനികൾ, മറ്റൊരു വിഭാഗം പറയുന്നത് അന്ത്യക്രിസ്തുവിൻ്റെ അവതാരമെന്ന്. ക്രിസ്തുവിരുദ്ധ അടയാളങ്ങളാണ് ട്രംപ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. ആടിൻ്റെ തലയുള്ള ഒരു പിശാച് ചിത്രം അയാൾ തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നു. ട്രംപ് തന്നെ ഒരു യേശുക്രിസ്തുവായി ചിത്രീകരിക്കുന്ന AI ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച സംഭവമാണ് ലോകത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. താൻ തന്നെ ഒരു ഡോക്ടറായാണ് ആ ചിത്രത്തിൽ കണ്ടതെന്നും അത് യേശുവെന്ന് കരുതിയില്ല എന്നുമാണ് ഇപ്പോൾ ട്രംപ് വിശദീകരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. കൈകളിൽ നിന്ന് ദിവ്യപ്രകാശം പുറപ്പെടുന്ന രീതിയിൽ വെള്ള വസ്ത്രവും ചുവന്ന ഷാളും അണിഞ്ഞ് രോഗികളെ സുഖപ്പെടുത്തുന്ന ട്രംപിനെയാണ് ചിത്രത്തിൽ കാണിച്ചത്. ഒരു റെഡ് ക്രോസ് പ്രവർത്തകനായ ഡോക്ടറായാണ് താൻ തന്നെ കണ്ടത് എന്ന് ട്രംപ് വിശദീകരിക്കുന്നു. എന്നാൽ ലോകത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഇതൊട്ടും ദഹിക്കുന്നില്ല. ട്രംപിന്റെ സ്വന്തം പാർട്ടിക്കാരും അനുയായികളും പോലും ചിത്രത്തെ ദൈവനിന്ദ എന്ന് വിശേഷിപ്പിച്ചതോടെ തിങ്കളാഴ്ച രാവിലെ അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ചിത്രം പിൻവലിച്ചു. താൻ ചെയ്തത് തെറ്റാണെന്നോ മാപ്പ് പറയാനോ ട്രംപ് തയ്യാറാകുന്നില്ല. മറുവശത്ത് മാർപ്പാപ്പയെ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, അധിക്ഷേപിക്കുന്നു. ഇത് വെറും ദൈവനിന്ദയല്ല, ഇതിനു പിന്നിൽ അന്ത്യക്രിസ്തുവിന്റെ സ്വഭാവമുണ്ട് എന്ന് അമേരിക്കയിൽ വ്യാപക വിമർശനങ്ങൾ ഉയരുന്നു. ട്രംപിന്റെ ഈ പ്രവൃത്തി ആത്മീയമായും രാഷ്ട്രീയമായും ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അനുകൂലികൾ പോലും ഇപ്പോൾ ഭയപ്പെടുന്നത്. വത്തിക്കാനിലെ ലിയോ 14 മാർപ്പാപ്പയുമായി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കടുത്ത വാക്പോരിലാണ് ട്രംപ്. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ സ്വീകരിച്ച നിലപാട് ട്രംപിനെ ചൊടിപ്പിച്ചു. താൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നുവെങ്കിൽ മാർപ്പാപ്പ വത്തിക്കാനിൽ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിലും മാർപ്പാപ്പയോട് ക്ഷമ ചോദിക്കാൻ ട്രംപ് തയ്യാറായില്ല. മാർപ്പാപ്പ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ മൃദു സമീപനമുള്ള ആളാണ് എന്ന് ട്രംപ് വീണ്ടും വിമർശിച്ചു. വിദേശ നയത്തിൽ അദ്ദേഹം തികഞ്ഞ പരാജയമാണ്. ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്നതിനെ മാർപ്പാപ്പ പിന്തുണയ്ക്കുന്നു എന്നും ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനും കത്തോലിക്ക വിശ്വാസിയുമാണ് JD വാൻസ്. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും കത്തോലിക്ക വിശ്വാസിയാണ്. വൈറ്റ് ഹൗസും വത്തിക്കാനും തമ്മിൽ ഒരു അസാധാരണ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ലോകം. സമാധാനത്തിനായുള്ള മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ പരസ്യമായി പുച്ഛിച്ചു തള്ളുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ്. സ്വയം ദൈവതുല്യനായി നടിക്കുന്ന ട്രംപിന് എന്ത് സംഭവിച്ചു? സ്വയം യേശുക്രിസ്തുവായി ചിത്രീകരിക്കുന്ന ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന് പിന്നിലായി സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും അമേരിക്കൻ പതാകയും ഉൾപ്പെടെയുള്ള US ചിഹ്നങ്ങൾ, അതിനു മുകളിൽ മാലാഖമാരെന്ന് തോന്നിക്കുന്ന രൂപങ്ങൾ. മാർപ്പാപ്പയെ ട്രംപ് പരിഹസിച്ചതിനെതിരെ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പോലും രംഗത്തെത്തി. മഹത്തായ ഇറാൻ ജനതയ്ക്ക് വേണ്ടി അങ്ങേക്ക് നേരെയുണ്ടായ അപമാനത്തെ ഞാൻ അപലപിക്കുന്നുവെന്നാണ് മാർപ്പാപ്പയ്ക്ക് നൽകിയ ഒരു സന്ദേശത്തിൽ ഇറാൻ പ്രസിഡന്റ് പറഞ്ഞത്. അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് ഇറാനിയൻ ഭരണാധികാരി കുറിച്ചു. ട്രംപിന്റെയോ അമേരിക്കയുടെയോ പേര് പരാമർശിക്കാതെ ഇറാനെതിരായ US ആക്രമണത്തെ നേരത്തെ മാർപ്പാപ്പ ഒരു പരാമർശത്തിലൂടെ സൂചിപ്പിച്ചിരുന്നു. ഇതാണ് പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ചത്. ഇരുവരും തമ്മിലുള്ള തർക്കത്തിന് തുടർന്ന് ലോകം സാക്ഷ്യം വഹിച്ചു. മാർപ്പാപ്പയുടെ രാഷ്ട്രീയ നിലപാടുകളെ പുച്ഛിച്ചു തള്ളി തുടർന്ന് ട്രംപ് സ്വയം ഒരു യേശുക്രിസ്തുവായി ചിത്രീകരിക്കുന്നു. മേഘങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നതായും രോഗികളെ സുഖപ്പെടുത്തുന്നതായും ആളുകൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നതായും കാണിക്കുന്ന ചിത്രം. ഇത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന വിമർശനമാണ് ലോകത്തിലിപ്പോൾ ശക്തിപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി വിശ്വാസികൾ വിശുദ്ധമായി കരുതുന്ന ബിംബങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്ന ട്രംപിന്റെ ശൈലി ഇതാദ്യമല്ല. മുൻപും ഒരു വെളുത്ത ഡ്രസ്സിട്ട മാർപ്പാപ്പയുടെ രൂപത്തിൽ ട്രംപ് സ്വയം സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. ട്രംപ് പങ്കുവച്ച ഈ ചിത്രത്തിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ട് എന്ന നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. യഥാർത്ഥ ചിത്രത്തിലുണ്ടായിരുന്ന ഒരു സൈനിക രൂപത്തിന് പകരം ബാഫോമെറ്റ് എന്ന ആട്ടിൻ തലയുള്ള ഒരു പൈശാചിക രൂപത്തെ ചിത്രത്തിൽ ഉൾപ്പെടുത്തി. ഇത് സാത്താനിക് ആരാധനയുടെ അടയാളമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ട്രംപിനെതിരെ ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുന്നു. പൈശാചിക ശക്തികളുടെ സ്വാധീനം ട്രംപിനെ ബാധിച്ചുവെന്നാണ് ചിലർ വിമർശിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷം കത്തോലിക്ക സഭയുമായി നിരന്തരം കൊമ്പുകോർക്കുകയാണ് ട്രംപ്. ലിയോ മാർപ്പാപ്പയെ അതിരൂക്ഷമായി വിമർശിക്കുന്നു. ട്രംപിന്റെ തീവ്ര അനുയായിയായിരുന്ന മാർജറി ടൈലർ ഗ്രീൻ പോലും ഇപ്പോൾ ട്രംപിനെ വിമർശിക്കുന്നു. ഇതൊരു ആന്റി ക്രൈസ്റ്റ് മനോഭാവമാണ്. ഒരിക്കൽ ദൈവത്തിന്റെ കരങ്ങളാൽ താൻ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ പാതയിലാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരം.
ഇറാനെ നശിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം പുറത്തു വന്നത് ഈസ്റ്റർ ദിനത്തിൽ. ഒരു നാഗരികതയെ മുഴുവൻ താൻ ഇന്ന് രാത്രി ഇല്ലാതാക്കുമെന്നാണ് ഈസ്റ്റർ ദിനത്തിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഈ താക്കീത് ലോകത്തെ ഒരു ആണവായുധ യുദ്ധത്തിന്റെ വരമ്പിലെത്തിക്കുമോ എന്ന ചർച്ചകൾ അന്ന് സജീവമാക്കിയിരുന്നു. ഈസ്റ്റർ ദിനത്തെ യുദ്ധഭീഷണിക്കായി ഉപയോഗിച്ചത് ക്രിസ്തീയ വിരുദ്ധമെന്ന് പലരും തുറന്നടിച്ചു. വൈറ്റ് ഹൗസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് ഒരുതരം ആത്മീയ യുദ്ധമാണോ എന്ന ചോദ്യം അമേരിക്കയിൽ നിന്നുയരുന്നു. അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിക്കുന്ന ഒരു മാർപ്പാപ്പയെ തനിക്ക് ആവശ്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കക്കാർ എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തത്, അതുതന്നെയാണ് താൻ ചെയ്യുന്നത്. അമേരിക്കയിൽ ജനിച്ച ആദ്യ മാർപ്പാപ്പയായ ലിയോ 14 താൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നുവെങ്കിൽ വത്തിക്കാനിൽ എത്തുമായിരുന്നില്ല എന്നും ട്രംപ് പറയുന്നു. ലിയോ തന്നോട് നന്ദിയുള്ളവനായിരിക്കണം. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന സർപ്രൈസ് ആയിരുന്നു. മാർപ്പാപ്പയാകാനുള്ള ഒരു പട്ടികയിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഒരു അമേരിക്കക്കാരനായതുകൊണ്ട് മാത്രം സഭ അദ്ദേഹത്തെ അവിടെ ഇരുത്തി. പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിനെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അതായിരിക്കുമെന്ന് അവർ കണക്കുകൂട്ടി. ഏപ്രിൽ 11 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ ലോകത്തെ വലയം ചെയ്തിരിക്കുന്നതും പ്രവചനാതീതവും ആക്രമണാത്മകവുമായി മാറിക്കൊണ്ടിരിക്കുന്നതുമായ സർവശക്തിയുടെ വ്യാമോഹത്തെ അദ്ദേഹം അപലപിച്ചു. സ്വയം ആരാധിക്കുന്ന രീതിയും പടത്തോടുള്ള ആർത്തിയും അവസാനിപ്പിക്കൂ. അധികാര പ്രകടനങ്ങളും യുദ്ധങ്ങളും മതിയാക്കൂ. ജീവനെ സേവിക്കുന്നതിലാണ് യഥാർത്ഥ കരുത്ത്. ഈ വാക്കുകളാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഈ വിമർശനം മാത്രമല്ല, മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയുടെ ഉപദേശകനുമായി മാർപ്പാപ്പ ഒരു കൂടിക്കാഴ്ചയും നടത്തി. ഇതും ട്രംപിനെ ചൊടിപ്പിച്ചു. ഒരു രാഷ്ട്രീയക്കാരനാകാതെ ഒരു മാർപ്പാപ്പയാകാൻ അദ്ദേഹം ശ്രദ്ധിക്കണമെന്ന ഉപദേശം പിന്നീട് ട്രംപ് കൈമാറി. ലിയോ ഒരു മാർപ്പാപ്പ എന്ന നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണം, സാമാന്യ ബുദ്ധി ഉപയോഗിക്കുകയും തീവ്ര ഇടതുപക്ഷത്തെ പ്രീണിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ട്രംപ് തുടർന്ന് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാർപ്പാപ്പ മറ്റൊരു വിമർശനവും ഉയർത്തി. ദൈവം ഒരു സംഘർഷത്തെയും അനുഗ്രഹിക്കുന്നില്ല. സമാധാനത്തിന്റെ രാജകുമാരനായ ക്രിസ്തുവിന്റെ അനുയായികൾ ഒരിക്കലും ബോംബുകൾ വർഷിക്കുന്നവരുടെ പക്ഷത്തല്ല. ഇതിനെ തുടർന്ന് ട്രംപ് പറഞ്ഞു, മാർപ്പാപ്പ രാഷ്ട്രീയം കളിക്കരുത്, സഭയുടെ കാര്യം നോക്കിയാൽ മതി. നേരത്തെ യുഎസിന്റെ കുടിയേറ്റ നയത്തെ ലിയോ മാർപ്പാപ്പ വിമർശിച്ചിരുന്നു. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ മാർപ്പാപ്പയുടെ നയം ദുർബലവും വിദേശ നയം കാശിന് കൊള്ളാത്തതുമാണ് എന്ന് ട്രംപ് പരിഹസിച്ചു. ആണവായുധം നിർമ്മിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് കരുതുന്ന മാർപ്പാപ്പയെ എനിക്ക് ആവശ്യമില്ല. വെനിസ്വലയിൽ നിന്നുള്ള ലഹരിക്കടത്തും കുറ്റവാളികളുടെ കടന്നുകയറ്റവും ഞാൻ തടയുമ്പോൾ മാർപ്പാപ്പ അതിനെ വിമർശിക്കുന്നത് ശരിയല്ല. മാർപ്പാപ്പ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കാൻ പഠിച്ചു കാണും. തന്നെ യേശുവായി ചിത്രീകരിച്ച ചിത്രം മാറ്റിയത് ഭയം കൊണ്ടല്ല. ഞാൻ ചെയ്തത് ഡോക്ടറുടെ വേഷം ആളുകൾക്ക് മാറിപ്പോയി, അതുകൊണ്ടത് മാറ്റി. യുദ്ധത്തിനെതിരെ താൻ തുടർന്നും സംസാരിക്കുമെന്നും നിലപാടിൽ മാറ്റമില്ല എന്നുമാണ് മാർപ്പാപ്പ ഒടുവിൽ പറഞ്ഞത്. 140 കോടി വിശ്വാസികളുള്ള കത്തോലിക്ക സഭയുടെ തലവൻ ആണവായുധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം വെച്ച് കളിക്കുകയാണ് എന്ന് ട്രംപ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ താൻ വിജയിച്ചപ്പോൾ എന്ത് വാഗ്ദാനമാണോ ജനത്തിന് കൊടുത്തത് അത് കൃത്യമായി നടപ്പിലാക്കുന്നു. ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ പേരിൽ ലിയോ മാർപ്പാപ്പ അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി തങ്ങൾ വിശ്വസിക്കുന്ന സഭാ തലവനെ ആക്രമിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രംപിനെതിരെ വലിയ വികാര പ്രകടനങ്ങൾക്ക് കാരണമാകുന്നു. ഹിറ്റ്ലറോ മുസോളിനിയോ പോലും ഇത്ര നേരിട്ടും പരസ്യമായും മാർപ്പാപ്പയെ അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് കത്തോലിക്ക വിശ്വാസികൾ പറയുന്നത്. ലിയോ മാർപ്പാപ്പ ട്രംപിന്റെ എതിരാളിയല്ല. മാർപ്പാപ്പ ഒരു രാഷ്ട്രീയക്കാരനുമല്ല. സുവിശേഷ സത്യങ്ങളിൽ നിന്ന് അദ്ദേഹം സംസാരിക്കും. ആത്മാക്കളുടെ രക്ഷയ്ക്ക് അദ്ദേഹം നിലകൊള്ളും. ഇത് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണ്. അമേരിക്കയിൽ മതപരമായ ഒരു വലതുപക്ഷത്തിനിടയിൽ വളർന്നു വരുന്ന ഒരു ഭ്രാന്തുണ്ട്, പൈശാചികാരാധന. അതിനെ വളം വയ്ക്കുന്നതാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ നീക്കങ്ങൾ. ദൈവനിന്ദയിൽ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു പൈശാചിക ശക്തി, അതിൽ വിശ്വസിക്കുന്ന വളരെയേറെ പേർ അമേരിക്കയിലുണ്ട്. കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് വെളുത്ത മാർപ്പാപ്പയുടെ രാജകീയ വേഷത്തിൽ ട്രംപിന്റെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ആ പോസ്റ്റിൽ തനിക്കൊരു ബന്ധവുമില്ല എന്നൊക്കെ ട്രംപ് പറഞ്ഞു. ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ഇവാഞ്ചലിക്കൽ വിശ്വാസികൾ നേരത്തെ അത്ഭുതകരമായ ഒരു തലത്തിലാണ് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആയത്തുള്ളമാർക്കെതിരെയുള്ള യുദ്ധത്തെ കണ്ടിരുന്നത്. അനുഗ്രഹീത രാഷ്ട്രമായ ഇസ്രയേലുമായി ചേർന്ന് ദുഷ്ടരായ ആയത്തുള്ളകളെ പുറത്താക്കി കമാൻഡർ ഇൻ ചീഫ് ദൈവത്തിന്റെ വേല ചെയ്യുകയാണ് എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചത് ഭ്രാന്തൻ തെണ്ടികളെ കടലിടുക്ക് തുറക്കൂ,
അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ ജീവിക്കേണ്ടി വരും. ഒരു കർത്താവിൻ്റെ പുനരുത്ഥാന ദിവസം തന്നെ ട്രംപ് ഇത്തരം സംഭാഷണങ്ങൾ നടത്താമോ എന്നാണ് കത്തോലിക്ക വിശ്വാസികളുടെ ചോദ്യം. ഈസ്റ്ററിനെ അശുദ്ധമാക്കുന്നതിന് തുല്യമായിരുന്നു ട്രംപിന്റെ ഈ വാക്കുകൾ എന്ന് ക്രിസ്ത്യൻ വിശ്വാസികൾ പറയുന്നു. അമേരിക്കയിൽ ഏകദേശം 53 ദശലക്ഷം കത്തോലിക്കരുണ്ട്. ആ കത്തോലിക്കർക്കിടയിൽ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം അലയടിക്കുന്നു. ട്രംപിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് വിശ്വാസികൾക്കിടയിൽ ഇപ്പോൾ ശക്തിപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.